വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ഔട്ട്ഡോർ വന്നിക്കാണ്, ഒരു പാർക്കിൽ വന്നിക്കാണ്. എപ്പോഴും ഞാൻ ഇൻഡോറിലിരുന്നാണ് സംസാരിക്കാറ് നിങ്ങളോട്. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ഒക്കെ ചെയ്തു, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ കിട്ടി, നിങ്ങൾ ജർമ്മനിയിലേക്ക് വരാണെന്ന് വെച്ചോ. ഇപ്പം ഇത് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടി വരുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളുണ്ട്. അത് വളരെ ചുരുക്കി പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നിങ്ങളിവിടെ വരുമ്പോൾ താമസിക്കാനൊരു സ്ഥലം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെയാണ് ഫൈൻഡിങ് അക്കോമഡേഷൻ. അപ്പോൾ നിങ്ങൾ വരുന്നേക്ക് മുന്നേ തന്നെ ആപ്ലിക്കേഷനൊക്കെ അയച്ച് നിങ്ങളൊരു താമസ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്ന് കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് നിങ്ങൾക്കൊരു വോണുംസ് ബെസ്റ്റാറ്റിക്കും കിട്ടും. എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക, അതിന് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെ വെബ്സൈറ്റ് വഴി കണ്ടുപിടിക്കാം എന്നതിനൊക്കെ പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റുഡൻസിന് കുറഞ്ഞ റെൻറ്റിൽ എങ്ങനെ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാം അങ്ങനെയുള്ള വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കണ്ടോളൂ. ഈ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വീടൊന്നും കിട്ടിയില്ല താമസിക്കാനായിട്ട്, നിങ്ങൾക്ക് ഇവിടെ എത്തണേക്ക് മുന്നേ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടെ എയർബിഎൻബിസ് ഉണ്ട്, അതുപോലെ ഹോട്ടൽസ് ഉണ്ട്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് താമസിക്കാം. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നാളത്തേക്ക് താമസിക്കാം. പക്ഷേ ഇതൊന്നും ഒരു കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വോണുംസ് ബെസ്റ്റാറ്റിക്കും കിട്ടണം. അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു റെൻ്റൽ കോൺട്രാക്റ്റ് വേണം. അപ്പോൾ നിങ്ങളുടെ ഫെർമീറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡ് ലോഡ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും, അതായത് ഒരു വോണുംസ് ബെസ്റ്റാറ്റിക്കും തരും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്റ്റാറ്റ് അൻമെൽഡും, അതായത് സിറ്റി രജിസ്ട്രേഷൻ. ഈ സിറ്റി രജിസ്ട്രേഷൻ നിങ്ങളിവിടെ എത്തി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് മാറുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു സിറ്റി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു റൂൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ചെയ്യാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫൈൻ ഈടാക്കുന്നതായിരിക്കും. അത് ഓരോ സിറ്റി അനുസരിച്ചായിരിക്കും ഈ ഒരു റൂളിന് വ്യത്യാസം വരിക. ഈ സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓരോ സിറ്റിക്കും പല സിറ്റി രജിസ്ട്രേഷൻ ഓഫീസുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ റെൻ്റൽ കോൺട്രാക്ട് വെച്ചിട്ട് നിങ്ങൾ അവിടേക്ക് ചെല്ലാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട്, അതേപോലെ വോണുംസ് കേബർ ബെസ്റ്റാറ്റിക്കും, പിന്നെ ഇതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ റെൻ്റൽ കോൺട്രാക്ട്. അപ്പോൾ ഈ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റിക്കും പല ഓഫീസായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ ഓഫീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഗൂഗിളിൽ പോവുക. സ്റ്റാറ്റ് അൻമെൽഡും നിങ്ങളുടെ സിറ്റി, അതായത് ഇപ്പോൾ നിങ്ങൾ മ്യൂണിക് ആണെങ്കിൽ സ്റ്റാറ്റ് അൻമെൽഡും മ്യൂണിക് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റ് കാണുന്നതായിരിക്കും. അവിടെ പോയിട്ട് ആ ഇമെയിൽ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട അഡ്രസ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വയ്ക്കുക. ഇവിടെ ഏതൊരു കാര്യം ചെയ്യുന്നതിനും അപ്പോയിൻമെൻറ്റ് മസ്റ്റാണ്. അതേപോലെ വലിയ സിറ്റീസ്, അതായത് മ്യൂണിക്, ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട് ഇങ്ങനെയുള്ള സിറ്റീസിലൊക്കെ ഈ ഒരു സിറ്റി രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നാട്ടിൽ നിന്ന് വരുമ്പം ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, ഇവിടെ വന്നിട്ടാണ് നിങ്ങളുടെ പ്രോസസ്സിങ് നടക്കുന്നത് എങ്കിലും നിങ്ങൾ ഈ സിറ്റി രജിസ്ട്രേഷൻ ഓഫീസിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പം ഈ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു പോകുന്നതായിരിക്കും. പിന്നെ ഈ സിറ്റി രജിസ്ട്രേഷൻ ഓഫീസിലുള്ള എല്ലാവരും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു മിനിമം ഒരു എങ്കിലും പഠിച്ചിട്ട് വന്നാൽ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ജർമ്മൻ നോളജും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ജർമ്മൻ അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾ കൂടെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പം ഇവിടെ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിലേക്കുള്ള പൈസ നിങ്ങൾ കുറച്ച് കയ്യിലെടുക്കുക, യൂറോസിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബ്ലോക്ക് അക്കൗണ്ടിൽ കിടക്കുന്ന മണി നിങ്ങളുടെ കയ്യിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇതെല്ലാം ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്ന കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ സ്റ്റാറ്റ് അൻമെൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പേപ്പർ ബാങ്കിൽ സബ്മിറ്റ് ചെയ്താലാണ് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ ജർമ്മനിയിൽ തുടങ്ങാൻ സാധിക്കുള്ളൂ. ഒരുപാട് ബാങ്കുകളുണ്ട് ജർമ്മനിയിൽ. അതിനകത്ത് മന്ത്ലി ഫീസ് ഒന്നും പേ ചെയ്യേണ്ടാത്ത സ്റ്റുഡൻസിന് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാങ്ക് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഫ്രണ്ട്സിനോടോ ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം ഏത് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ. ഞാനിവിടെ വന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് സ്പർക്കാസെ ബാങ്കിലാണ്.
അപ്പം അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തത്. ഈ ഒരു ലാംഗ്വേജ് ഇഷ്യൂ ബാങ്കിലും വരാൻ സാധ്യതയുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾ അത്ര വലിയൊരു സിറ്റിയിലൊന്നും അല്ല എത്തിപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോഴും ആവശ്യമായിട്ട് വരും. ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കിടക്കുന്ന മണി മന്ത്ലി ഈ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങുള്ളൂ. അത് നിങ്ങൾക്ക് എടുക്കാനും സാധിക്കുള്ളൂ. ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐബാൻ നമ്പർ കിട്ടും. അത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ പോർട്ടലിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ എക്സ്പാട്രിയോ വഴി അല്ലെങ്കിൽ കൊറാക്കിൾ വഴിയാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് മന്ത്ലി ആയിട്ടുള്ള അലവൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുത്തു, ഓപ്പൺ ചെയ്തു, നിങ്ങൾക്ക് മന്ത്ലി അലവൻസ് ഒക്കെ കിട്ടി, ആ ഒരു പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ എസ്പെഷ്യലി പറയുന്നത്. നിങ്ങൾക്കിവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും തന്നെ, നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ, എനിക്ക് കൂടുതലും പരിചയം പബ്ലിക് യൂണിവേഴ്സിറ്റി ത്രൂ ആണ്. അപ്പം പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് കാർഡ് ഉണ്ടാവും. ഈ സ്റ്റുഡന്റ് കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ ആണെങ്കിലും ഒരു ചെറിയ എമൗണ്ട് നിങ്ങളൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ പോലെ അതൊരു 200 to 400 യൂറോസിന്റെ ഇടയിലൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഫീ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് കാർഡ് കിട്ടും. നിങ്ങൾ അടയ്ക്കുന്ന ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷനിൽ നിങ്ങളുടെ ട്രാവൽ ടിക്കറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി റീജിയൻ ഏതാണോ ആ ഒരു റീജിയനിൽ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ടിക്കറ്റ് നിങ്ങളുടെ സ്റ്റുഡന്റ് ID കാർഡിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ യൂണിവേഴ്സിറ്റിയിലത്തെ മെൻസ യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ക്യാൻറ്റീൻ യൂസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റുഡന്റ് ID കാർഡാണ് നിങ്ങൾ ചാർജ് ചെയ്തിട്ട് അത് ത്രൂ ആണ് നിങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റുഡന്റ് ക്യാൻറ്റീൻസിൽ നിന്ന് കഴിക്കുമ്പം പുറത്ത് കഴിക്കുന്ന അത്ര ഫുഡിനൊന്നും റേറ്റ് വരുന്നില്ല. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി ചെന്ന് നിങ്ങളുടെ സ്റ്റുഡന്റ് കാർഡും കൂടെ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ട്, 49 യൂറോ ടിക്കറ്റ് ഉണ്ട്. അതെപ്പോഴാണ് നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പം ഈ ഒരു സ്റ്റുഡന്റ് കാർഡ് ട്രാവൽ ടിക്കറ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സ്റ്റുഡൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രാവൽ അലവൻസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ജർമ്മനിയിൽ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്. ഇപ്പൊ എന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എടുത്തിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് അത്യാവശ്യം നല്ല സർവീസ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ കേസസും തന്നെ അത് കവർ ചെയ്യുന്നുണ്ട്. സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് എക്സ്പാട്രിയോ അല്ലെങ്കിൽ കൊറാക്കിൾ ഇതൊക്കെ വഴിയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ആ സൈറ്റിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പൊ ഞാനൊക്കെ എടുത്തിരിക്കുന്നത് TKയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, അത് പബ്ലിക് ആണ്. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർക്കും നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പറഞ്ഞു വരുമ്പം എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, കാരണം ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓർഡറിൽ പറഞ്ഞു പോയത്. അടുത്തതായിട്ട് നിങ്ങൾ ഫോറിൻ ഓഫീസിൽ ചെല്ലുക, അതായത് ഔസ്ലാൻഡർ ബിഹോഡെ. ഇവിടെ നിങ്ങൾ റെസിഡൻസ് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊരു വിസ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ഒരു വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ RP കാർഡ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫോറിൻ ഓഫീസ് ഔസ്ലാൻഡർ ബിഹോഡെ പോയിട്ട് നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിനും നിങ്ങൾ അപ്പോയിൻമെന്റ് എടുക്കണം. അല്ലെങ്കിൽ ചില ഫോറിൻ ഓഫീസിൽ രാവിലെ ചെന്ന് ക്യൂ ഒക്കെ നിന്ന് അപ്പോയിൻമെന്റ് എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് അങ്ങനെ അപ്പോയിൻമെന്റ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ ഔസ്ലാൻഡർ ബിഹോഡയിൽ പോകുമ്പം നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് പ്രൂഫ് അവിടെ കാണിക്കേണ്ട കാര്യമുണ്ട്. കാരണം അതനുസരിച്ചിട്ടാണ് നമ്മളുടെ RP കാർഡിന്റെ ഡ്യൂറേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സിറ്റീസിലും തന്നെ ഫോറിൻ ഓഫീസ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ സിറ്റിയിലത്തെ ഫോറിൻ ഓഫീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഔസ്ലാൻഡർ ബിഹോഡെ നിങ്ങളുടെ സിറ്റിയുടെ പേര്, ഇപ്പം മ്യൂണിക് ആണെങ്കിൽ ഔസ്ലാൻഡർ ബിഹോഡെ മ്യൂണിക് എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സും ആവശ്യമായിട്ടുണ്ട്. ഈ റെസിഡൻസ് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോറിൻ ഓഫീസിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അടയ്ക്കേണ്ടതുണ്ട്. 100 യൂറോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ ഇതൊരു 2 to 4 വീക്സിനുള്ളിൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിലും കൂടുതൽ ടൈം എടുക്കാം വലിയ വലിയ സിറ്റീസ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനിയിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ചൂസ്.